ഇത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇതൊരിക്കലും അബദ്ധവശാൽ സംഭവിച്ചതല്ല, ഒരു സ്ലിപ്പ് ഓഫ് ടങ് അല്ല. റെക്കോർഡഡ് ആയിട്ട് നടുവണ്ണൂരിലെ ഒരു സ്റ്റുഡിയോയിൽ വെച്ച് റെക്കോർഡ് ചെയ്ത് സ്ക്രിപ്റ്റ് തയ്യാറാക്കി റെക്കോർഡ് ചെയ്ത് അത് അവർ പ്രചരണ വാഹനത്തിൽ ഉപയോഗിക്കുകയാണ്, പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് കമ്മ്യൂണൽ കാർഡ് തന്നെയാണ് അവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ നിങ്ങൾ പറയുമ്പോഴാണ് അത്തരത്തിലൊരു പരാതി വന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. ഇതുവരെ ഞാൻ അങ്ങനെ ഒരു നോട്ടീസ് കൈപ്പറ്റിയിട്ടില്ല. അപ്പം അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പറയണമെങ്കിൽ നമുക്ക് നോട്ടീസിന്റെ വിശദാംശങ്ങൾ അറിയണമല്ലോ. അതെ, ഇന്നും ഞാൻ ഏതൊരു ചാനലിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളൊരു വിവരം അറിഞ്ഞു. പല സ്ഥലങ്ങളിലും നേരത്തെ ഈ റെക്കോർഡഡ് അനൗൺസ്മെന്റ് അവർ പിൻവലിച്ചിട്ടില്ല. LDFന്റെ പ്രചരണ വാഹനത്തിൽ ഇപ്പോഴും അത് നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇതൊരിക്കലും അബദ്ധവശാൽ സംഭവിച്ചതല്ല, ഒരു സ്ലിപ്പ് ഓഫ് ടങ് അല്ല. റെക്കോർഡഡ് ആയിട്ട് നടുവണ്ണൂരിലെ ഒരു സ്റ്റുഡിയോയിൽ വെച്ച് റെക്കോർഡ് ചെയ്ത് സ്ക്രിപ്റ്റ് തയ്യാറാക്കി റെക്കോർഡ് ചെയ്ത് അത് അവർ പ്രചരണ വാഹനത്തിൽ ഉപയോഗിക്കുകയാണ്, പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് കമ്മ്യൂണൽ കാർഡ് തന്നെയാണ് അവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഞങ്ങൾ ഈ അനൗൺസ്മെന്റുമായി ഞങ്ങൾക്ക് ബന്ധമില്ല, ഞങ്ങളുടേതല്ല എന്നുള്ളതാണ്. എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? അത് നിരന്തരം പറയുകയാണെങ്കിൽ പിന്നെ എന്ന് നിങ്ങളത് കേൾക്കുമോ? മാത്രമല്ല, ഇത് കേൾക്കുന്നത് എവിടെ നിന്നാ? LDFന്റെ പ്രചരണ വാഹനത്തിൽ നിന്ന്. തുടക്കത്തിൽ അവർ നിഷേധിച്ചിരുന്നു ഞങ്ങളെ വാഹനമല്ല, പിന്നീട് പറഞ്ഞു അത് ഞങ്ങളെ വാഹനമാണ്, അനൗൺസ്മെന്റ് ഞങ്ങളുടേതല്ല. അങ്ങനെ ഒരു വാഹനത്തിൽ നിന്ന് ഒരാൾ വിളിച്ച് പറയുന്നതല്ലാതെ റെക്കോർഡഡ് ആയിട്ടുള്ള അനൗൺസ്മെന്റ് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ 100% ഉത്തരവാദിത്തം LDFന്റെ കമ്മിറ്റിക്ക് തന്നെയാണ്.